ഹലോ ഹലോ ഗൈസ്, ടെറസിൻ്റെ മുകളിലേ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടാക്കിയാൽ എന്താ പാട് നോക്കാൻ വേണ്ടിയിട്ടൊന്ന് സാമ്പിൾ നോക്കിയതാ. നമ്മളെ ഈ സല്ലാജൻ്റെ ബോക്സിലേ നല്ല ചകിരി പുളി ചകിരി തുപ്പലും കരിച്ചില്ലൊക്കെ പടം നിറച്ചിട്ടേ മണ്ണ് വളരെ കുറവിൽ അങ്ങനെ ഇപ്പോൾ നല്ല ഉഷാറായിട്ട് ഈ കൊല്ലം കായ്ക്കൊന്ന് കരുതിയത് ഒരു കൊല്ലമായി. ഒരു കൊല്ലത്തെ വളർച്ച, നല്ല വെയിൽ, സൂര്യപ്രകാശം തട്ടുന്നതുകൊണ്ട് പെട്ടെന്ന് നല്ല വളർച്ച. കാലൊന്നും കൊടുത്തിട്ടില്ല, ഈ പന്തലും അതിന് കാലൊക്കെ കൊടുക്കാണ്ട് വളരെ ഉഷാറായിട്ട് ഡ്രാഗൺ ഫ്രൂട്ട് രണ്ടാം നിലൻ്റെ മുകളിലാണ്, വീട്ടിൻ്റെ മുകളിലാണ്. ചുമര് വന്ന സ്ഥലത്താണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒന്ന് സാമ്പിൾ നോക്കിയത് എന്താ പാട് നോക്കാൻ വേണ്ടിയിട്ട് ഉഷാറായിട്ടുണ്ട്. പല ജാതി കൃഷികളുണ്ട്. ഇപ്പോൾ മഴ കാരണം നിർത്തിവെച്ച മഴ ഒന്നിന് ഞങ്ങളുടെ കുറഞ്ഞതിൻ്റെ ശേഷം മുളകും തൈകൾ, മുളകൊക്കെ ഏത് സമയത്തും മുളക് ഇറക്കാനേ ഒരു 3-4 മുളകും തൈ ഉണ്ടായത് തന്നെ ഇഷ്ടം പോലെ മുളക് കഴിക്കുന്നുണ്ട്. വേണ്ടത്ര മുളക് ഇങ്ങനെ ഇറക്കാം. പല ജാതി മുളകുകളുണ്ട്. നമ്മൾ അച്ചാറിന് ഉപയോഗിക്കുന്ന ബിരിയാണിയിലെ അച്ചാറിനൊക്കെ ഉപയോഗിക്കുന്ന മുളകുകളെ നല്ല ഉഷാറായിട്ട് ഇങ്ങനെ കഴിച്ച് നിൽക്കുക. അപ്പോൾ ഞാൻ ഇതിനൊക്കെ ഇപ്പോൾ ഈ വീഡിയോ എടുക്കാൻ കാരണം എന്താണെന്ന് അറിയാം, ഇതിൻ്റെ മുകളിൽ തന്നെ, ടെറസിൻ്റെ മുകളിൽ തന്നെ ഒരു മുന്തിരിൻ്റെ ഒരു പ്ലാന്റ് സ്ഥാപിച്ചിരുന്നു. അതിപ്പോൾ മുന്തിരി ഇപ്പോൾ ഒരറവ് കഴിഞ്ഞു. ഒരറവ് കഴിഞ്ഞ് വീണ്ടും രണ്ടാമത്തെ അറവിലേക്ക് ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുക. രണ്ടാമത്തെ അറവിലേക്ക് കടന്നു വീഴുക. അടക്കണ്ട് ഫുള്ള് മുന്തിരി തന്നെയാണ്. അതിലൊക്കെ ഇതിനുള്ളിലൊക്കെ ഉണ്ട് മുന്തിരി. ഇവിടെ കണ്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോയിലേ എന്തായാലും 1 മാസം കൂടി കഴിഞ്ഞാലൊക്കെ ഇറക്കാനായി തുടങ്ങും. മഴയത്തുണ്ടായാൽ വലിയൊരു വേണ്ടത്ര ഉഷാറാവും തോന്നുന്നില്ല. എന്തായാലും നിൽക്കട്ടെ. വെറുതെ തമാസക്ക് വെച്ച റമ്മിൻ്റെ പൊളിയിലാണ് വെച്ചിട്ടുള്ളത്. നമ്മളെ നീല റമ്മ് വെട്ടിയിട്ട് അതിൻ്റെ പകുതിയിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇത് പുതിയ പ്ലാന്റ് രണ്ടാമത് വെച്ച് കൊടുത്താണ്. എങ്ങനെയുണ്ട്? പുതിയ പ്ലാന്റ് വെച്ചതിന് ശേഷമേ നല്ല ഉഷാറായിട്ട് അതിൻ്റെ തലങ്ങനെ കയറി പോകണമൊക്കെ ഉണ്ട്. പിന്നെ ഒരു വൈതളങ്ങത്തൈ വെച്ച് 2 കിലോഗ്രാം വരെ വൈതളങ്ങപ്പന്ന് അറുത്തു. ഇപ്പോൾ ഓർമ്മ കൂട്ടേണ്ട ടൈമാണ്, ഓർമ്മ കൂട്ടിയിട്ടില്ല. അതിലൊക്കെ മുന്തിരി, എന്നോടൊക്കെ ഉണ്ട് മുന്തിരി എല്ലായിടത്തും മുന്തിരിയാളെ. ഇതിലിങ്ങനെ ആയി വരണല്ലോ, കണ്ടില്ലേ? ഫുള്ള് അവിടെയൊക്കെ എല്ലാ സ്ഥലത്തും മുന്തിരി ഉണ്ട്. അപ്പോൾ മുന്തിരി തൈകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ് കൊടുത്തു, ആർക്കെങ്കിലൊക്കെയാണ് കൊടുക്കും. ഒരേമാതിരി പഴുക്കാൻ ഇപ്പോഴത്തെ ചൂട് കാരണം, ചൂട് പഴുക്കുന്ന സമയമായപ്പോൾ പിന്നെ മഴ തുടങ്ങി. അങ്ങനെയായിട്ട് പിന്നെ കുറച്ച് ഇതായി. എന്തായാലും പഴുത്ത് കിട്ടിയൊക്കെ ഇൻഷാ അല്ലാഹ് കാണുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോകളൊക്കെ ഇൻഷാ അല്ലാഹ് വരുന്നതാണ്. ലൈക്കൊക്കെ ചെയ്ത് നമ്മളെ പ്രോത്സാഹിപ്പിക്കുക.